എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മളെ മുൻപിൽ നിൽക്കുന്ന ഓൾ ന്യൂ 2025 ടിയാഗോ EV. പുതിയ ഫേസ് ലിഫ്റ്റ് 25 വേർഷനാണ്, 2025 വേർഷനാണ്. ഫ്രണ്ടിൽ നിൽക്കുന്ന കളറിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ചിൽ ലൈം ആണ് കളറിൻ്റെ പേര്. ടോട്ടൽ 6 കളേഴ്സിലാണ് ഈ വണ്ടി അവൈലബിൾ. കളറിൻ്റെ പേരുകൾ ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കാം. മോഡലിൻ്റെ വേരിയൻസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് XE മിഡ് റേഞ്ച് ഉണ്ട്, XT മിഡ് റേഞ്ച് ഉണ്ട്, XT ലോങ് റേഞ്ച് ഉണ്ട്, പിന്നെ XZ പ്ലസ് ലക്സ് ലോങ് റേഞ്ച് ഉണ്ട്. നമ്മൾ മുൻപ് ഇപ്പോൾ നിൽക്കുന്നത് XZ പ്ലസ് ലക്സ് ലോങ് റേഞ്ച് ആണ്. ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആണ്. അപ്പം ഇതിനകത്ത് കാണുന്ന മിക്ക ഫീച്ചേഴ്സും ഇതിൻ്റെ താഴത്തെ ബേസ് വേരിയൻസിൽ കാണില്ല. ചിൽ ലൈം എന്ന് പറഞ്ഞ കളറാണ്, ഡ്യുവൽ ടോൺ കളറാണ്, ബ്ലാക്ക് റൂഫ് ആൻഡ് ലൈം കളറാണ്. ക്യാമറയിൽ കാണുന്ന പോലെയല്ല, നല്ല ക്യൂട്ട് കളറാണ്, കാണാനും അത്രയും ഭംഗിയുണ്ട്. കമ്പനി ഈ ഒരു കാറിനകത്ത് നല്ല രീതിയിൽ അവർ എഫേർട്ട് എടുത്തിട്ടുണ്ട് കോസ്മെറ്റിക് ചേഞ്ചസിന് വേണ്ടി. ഈ വിക്കൊരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ ഫാക്ടർ കൊടുക്കാനുള്ള ഫുൾ ഓൺ ട്രൈ ആൻഡ് ദേ ഹാവ് സക്സീഡഡ്. ഐ വുഡ് സേ അവർ സക്സീഡ് ചെയ്തിട്ടുണ്ട് അവരുടെ പ്ലാനിൽ. കാരണം ഇതിനകത്ത് ഇപ്പോൾ അവർ കൊടുക്കുന്നത് LED ഹെഡ് ലാംപ്സ് ആണ്. സ്മോക്കി ഡിസൈൻ ഫോഗ് ലാമ്പ് കമ്പനി ഓഫർ ചെയ്യാനില്ല, ബട്ട് ഇറ്റ്സ് ഓക്കെ ബിക്കോസ് DRL കൊടുക്കുന്നുണ്ട് കമ്പനി ഇപ്പോഴും. ഈ പറയുന്ന പോലെ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് ഫ്രണ്ട് ഗ്രിൽസ് കൊടുത്തിരിക്കുന്നത്. ഗൺ മെറ്റൽ ഫിനിഷിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ആംഗുലർ ഡിസൈനിൻ്റെ ബമ്പേഴ്സ് ആൻഡ് ഇറ്റ്സ് എ സ്പോർട്ടി ഡിസൈൻ. ഇതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈലിനെ പറ്റി ഇതാണ് ഓൾമോസ്റ്റ് ഇതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ. സൈഡ് പ്രൊഫൈലിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമുക്കിവിടെ സൈഡിൽ കൂടെ ഫുൾ വ്യൂ കാണാം. ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് ഇതിൻ്റെ ORVMs കൊടുത്തിരിക്കുന്ന. ടേൺ ഇൻഡിക്കേറ്റേഴ്സ് അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഹാൻഡിൽസിനെ പറ്റി പറയുകയാണെങ്കിൽ ബോഡി കളറിൻ്റെ കൂടെ തന്നെ ഇവിടെ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ .EVയുടെ ബാജിങ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ സൈഡ് പ്രൊഫൈൽ ഏകദേശം ഫുള്ളായിട്ട് ഇതുപോലെ ഇരിക്കും. ഈ ബോർഡിനെ ഒന്ന് മാറ്റി വെച്ചു നമ്മൾ. അപ്പം ഇതാണ് സൈഡ് പ്രൊഫൈൽ ടോട്ടൽ വ്യൂ. വണ്ടിയുടെ ബ്രേക്കിംഗ് സിസ്റ്റത്തിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും റിയറിൽ ഡ്രം ബ്രേക്കും കൊടുത്തിട്ടുണ്ട്. ABS ആൻഡ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം എല്ലാം ഉണ്ട്. ടയർ സൈസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അപ്പോളോ ആണ് ഇവിടെ ഇപ്പോൾ ഈ കമ്പനി ഈ ടയർ കൊടുത്തിരിക്കുന്നത്. 175/65 R14 ആണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റീൽ റിമാണ് കൊടുത്തിരിക്കുന്ന കമ്പനി. അതിൻ്റെ മേളിൽ കൊടുത്തിരിക്കുന്ന ക്ലാഡിങ് ഇതിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇറ്റ്സ് റിയലി ഗുഡ് ആൻഡ് ഗുഡ് ക്വാളിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. അറിയാൻ പറ്റില്ല ഇത് അലോയ് ആണോ സ്റ്റീലാണോ എന്ന്. ഓവറോൾ വ്യൂ സൈഡ് and this is the front view of the car and this is the driver side view. ഇതിൻ്റെ മോട്ടറിനെ ഒന്ന് തുറന്ന് കാണിച്ചു തരും. ഒരു മിനിറ്റ്. ഇതിൻ്റെ മോട്ടറിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ കമ്പനി 2 മോട്ടറാണ് ഇതിനകത്ത് ഓഫർ ചെയ്യുന്നത്. 19 kW ബാറ്ററി പാക്കും ഉണ്ട്, 24 kW ബാറ്ററി പാക്കും ഉണ്ട്. മിഡ് റേഞ്ച് അതായത് 19 kW ബാറ്ററി പാക്ക് വരുന്ന വണ്ടിയിനകത്ത് കമ്പനി ഓഫർ ചെയ്യുന്ന മോട്ടറാണ് 45 kW പെർമനൻറ്റ് മാഗ്നറ്റ് സിങ്ക്രണൈസ് മോട്ടറും. പിന്നെ ലോങ് റേഞ്ച് അതായത് 24 kW ബാറ്ററി പാക്ക് വരുന്ന വണ്ടിക്ക് കമ്പനി ഓഫർ ചെയ്യുന്നത് 55 kW പെർമനൻറ്റ് മാഗ്നറ്റ് മോട്ടറാണ്, പെർമനൻറ്റ് മാഗ്നറ്റ് സിങ്ക്രണൈസ് മോട്ടറാണ്. ടോക്കിംഗ് അബൌട്ട് ദ ബോണറ്റ്, ഇതിനകത്ത് ഇൻസുലേഷൻ കൊടുത്തിട്ടില്ല കമ്പനി. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, വെരി സ്മൂത്ത്, സൗണ്ടേ ഇല്ല. ഫ്രണ്ടിനകത്ത് ABS യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, സെൻട്രൽ മോട്ടർ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഓക്സിലറി ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ. ടോക്കിംഗ് അബൌട്ട് ദ ഫ്രണ്ട് വ്യൂ, ഇനി നമുക്ക് ഇതിൻ്റെ റിയറിലോട്ട് പോയി നോക്കാം. റിയറിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സെമി സ്പോയിലർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. സ്പോർട്ടി ഡിസൈനാണ്. ഷാർക്ക് ഫിൻ ആൻറ്റിന കൊടുത്തിട്ടുണ്ട്. ഗ്ലോസി ബ്ലാക്ക് റൂഫിന് അതേ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ദിസ് ഇസ് എ ഷാർക്ക് ഫിൻ ആൻറ്റിന. ഈ ആൻറ്റിനകത്ത് തന്നെ GPS എനേബിൾഡ് ആണെന്ന് കമ്പനി പറയുന്നുണ്ട്. ടെയിൽ ലാമ്പിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ പഴയ ഡിസൈൻ തന്നെയാണ്. ടെയിൽ ലാമ്പിനകത്ത് സ്പെഷ്യലായിട്ട് ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. റിയറിനെ പറ്റി കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ ഇവിടെ കമ്പനി ഇപ്പോഴും പാർക്കിംഗ് സെൻസർ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്തൊരു നല്ലൊരു ചേഞ്ച് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ടാറ്റ ടിയാഗോ.EVയുടെ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിന് തൊട്ട് താഴെ റിക്വസ്റ്റ് സെൻസർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്, ക്യാമറ കൊടുത്തിട്ടുണ്ട്. റിക്വസ്റ്റ് സെൻസർ ബട്ടൺ അമക്കിയാൽ മാത്രം മതി. ഐ തിങ്ക് ഇറ്റ്സ് ടഫ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ടഫ്. ഒരു കാര്യം കൂടി, ഇതിനകത്ത് ഇവിടെ ഇപ്പം റിയർ വൈപ്പർ കൊടുത്തിട്ടുണ്ട്, ഡീഫോഗർ കൊടുത്തിട്ടുണ്ട്. ഈസ്റ്റർ എഗ് ഒന്നും ഞാൻ ഈ വണ്ടിയിൽ സ്പെഷ്യലായിട്ട് നോട്ട് ചെയ്തിട്ടില്ല. സാധാരണ ടാറ്റയിൽ എല്ലാ വണ്ടിയിലും ഈസ്റ്റർ എഗ് വരുന്നതാണ്, ഞാൻ കാണാത്തതായിരിക്കാം. ബൂട്ട് സ്പേസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ 240 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ഉണ്ട്, പാർസൽ ട്രേ ഉണ്ട്. റിയർ സീറ്റ് സ്പ്ലിറ്റ് അല്ല, ഫിക്സ്ഡ് ആണ്. ഹെഡ് റെസ്റ്റും വരുന്നത് സ്പ്ലിറ്റ് സീറ്റും അല്ല. പിന്നെ ഇതിനകത്ത് ഈ പറയുന്ന ബൂട്ട് സ്പേസിനകത്ത് ബൂട്ട് ലാമ്പ് ഇസ് മിസ്സിങ്. പിന്നെ ഈ പറയുന്ന പോലെ 3.3 kW ഒരു ചാർജറുണ്ട്, പഞ്ചർ കിറ്റ് ഉണ്ട്. നിലവിൽ ഈ കാറിനകത്ത് സ്പെയർ വീല് വരുന്നില്ല. ഇവിടെ നമുക്ക് പിടിച്ച് ഇതിനെ അടയ്ക്കാം.
ഒന്ന് ഉറച്ചടയ്ക്കേണ്ടി വരും. ടോക്കിംഗ് അബൌട്ട് ദ റിയർ വ്യൂ, ഈ സൈഡിൽ നിന്ന് ഇതിൻ്റെ റിയർ വ്യൂ ഏകദേശം ഇതുപോലെ ഇരിക്കും. ഇതുപോലെ ഇരിക്കും. ORVMs നേരത്തെ കാണിച്ചതുപോലെ ഗ്ലോസി ബ്ലാക്കിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സും കൂടി ചേർന്നാണ് പറഞ്ഞത്. ഇതിനകത്ത് ബി പില്ലറിനകത്ത് മാറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്, ബ്ലാക്ക് റൂഫ് മാറ്റ് ഫിനിഷ്. ബട്ട് ഈ ഒരു ഫിനിഷിലും കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഷെയ്ഡ് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും, പക്ഷേ അത്ര ഒരു ഡിഫറൻസ് അല്ല. നല്ലൊരു ഡിസൈൻ ഫാക്ടറാണ്. മൾട്ടി കളേഴ്സ്, ഐ കാച്ചിങ് ഡിസൈനിങ് കൂടിയാണ്. പിന്നെ ഇതിനകത്ത് ഗ്ലോസി ഹാൻഡ് ഫിനിഷിനകത്ത് റിക്വസ്റ്റ് സെൻസർ ഉണ്ട്, ഡോർ ഓപ്പൺ ചെയ്യാനും ലോക്ക് ചെയ്യാനും. ഈ പറയുന്ന പോലെ ഇൻറ്റീരിയറിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇവിടെ അഡ്ജസ്റ്റബിൾ ORVMs ആണ്, ഫോൾഡബിൾ അല്ല. പിന്നെ ഇവിടെ ഡോർ ടോണിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഡോറിൻ്റെ ഷെയ്ഡ്സിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡും അതിലൊരു ബ്ലാക്ക് ഫിനിഷും കൊടുത്തിട്ടുണ്ട്. ഡോർ ഹാൻഡിൽസിൽ ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഓൾ 4 പവർ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. 4 സ്പീക്കേഴ്സ് ഉണ്ട്. ട്വീറ്റേഴ്സ് ഇതിനകത്ത് ഇപ്പം കമ്പനി കൊടുത്തിട്ടില്ല. ഇവിടെ ഡ്രൈവർ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. 6 വേ അഡ്ജസ്റ്റബിൾ സീറ്റാണ്, ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആണ്. XZ Plus ലക്സ് ലോങ് റേഞ്ച് ആണ്. അപ്പോൾ അതിനകത്ത് ഫുൾ ഓപ്ഷൻ ഉണ്ട്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആയതുകൊണ്ട് ഇതിനകത്ത് ബ്രേക്കും ആക്സിലേറ്ററും ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ടോക്കിംഗ് അബൌട്ട് ദ ഇൻറ്റീരിയർ ഡിസൈൻ, ഇതാണ് ഇതിൻ്റെ ഡോറിൻ്റെ ഒരു പ്രൊഫൈൽ. പക്ഷേ ഇൻറ്റീരിയർ ഡിസൈനിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ കാറിൻ്റെ കീ ഫോബ്സ് 2 സ്മാർട്ട് കീ ആണ് ഇതിനകത്ത് വരുന്നത്. ഫ്ലിപ്പ് കീ ഇല്ല, നോർമൽ കീ ഇല്ല, സ്മാർട്ട് കീ ആണ് വരുന്നത്. ഗിയർ ഷിഫ്റ്റിംഗ് നോബ് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവ് മോഡ്സ് ആയിട്ട് ന്യൂട്രൽ, റിവേഴ്സ്, ഡ്രൈവ് ആൻഡ് സ്പോർട്സ് മോഡ് ഉണ്ട്. ഹാൻഡ് ബ്രേക്കിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ മാനുവൽ ഹാൻഡ് ബ്രേക്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ചാർജിങ് പോയിൻ്റ് ഉണ്ട്, 12 വോട്ട്സിൻ്റെ ഇവിടെയുണ്ട്. പിന്നെ ഇവിടെ ടൈപ്പ് സിയും USB പോർട്ടും കൊടുത്തിട്ടുണ്ട്. വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആൻഡ് കാർപ്ലേ ആണ് വരുന്നത്. ആൻഡ്രോയിഡ് ആൻഡ് ആപ്പിൾ കാർപ്ലേ ആണ് വരുന്നത്. ഡിസൈനിൻ്റെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇൻറ്റീരിയറിൻ്റെ ഡിസൈൻ, ഒരു മിനിറ്റ് കുറച്ചും കൂടി ക്യാമറ ഔട്ട് ചെയ്യാം. ഇതാണ് ഏകദേശം ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ. 2 ടോണിലാണ് വരുന്നത്, ഡാർക്ക് ഷെയ്ഡ് ആൻഡ് ലൈറ്റ് ഷെയ്ഡ്. ക്രോം ഫിനിഷിലാണ്. AC-യുടെ സൈഡിൽ വെൻറ്റിൻ്റെ സൈഡിൽ ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്വിച്ച് ഗിയേഴ്സിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ റീജനറേഷന് വേണ്ടി, ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി 2 ബട്ടൺ, ഹസാർഡ് ലൈറ്റ്, പിന്നെ ഈ പറയുന്ന പോലെ ചാർജറിനെ ലോക്ക് ചെയ്യുന്ന അൺലോക്ക് ചെയ്യാനുള്ള ബട്ടൺ, ഈ പറയുന്ന പോലെ ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന ബട്ടൺ, ഓട്ടോമാറ്റിക് ക്ലൈമാറ്റിക് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടോപ്പ് മോഡൽ ആയതുകൊണ്ട് ഇതിനകത്ത് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ബ്രേക്ക് അമക്കാതെ സ്റ്റോപ്പ് ബട്ടൺ അമക്കുകയാണെങ്കിൽ വണ്ടിയുടെ ഇഗ്നിഷൻ ഓൺ ആവും. ബ്രേക്ക് അമക്കിയിട്ട് ഓൺ ചെയ്യുകയാണെങ്കിൽ വണ്ടി ഓൺ ആവും. ഇതാണ് വണ്ടി ഓൺ ആകുമ്പോഴുള്ളൊരു ഡിസ്പ്ലേ. പിന്നെ ടാറ്റ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചേഞ്ച് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലാണ്. ടിയാഗോ EV ആയതുകൊണ്ട് ഇതിനകത്ത് സ്റ്റിയറിംഗ് വീൽ ലെതർ റാപ്പ് സ്റ്റിയറിംഗ് വീലാണ്. 2 ഷെയ്ഡ്സിലാണ് നോക്കുന്നത്, ഡാർക്കും ലൈറ്റ് ഷെയ്ഡ്സിലും. ബ്ലാക്ക് ത്രെഡ്സ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഡിസൈൻ ഫാക്ടർ 2 സ്പോക്ക് വീലാണ് വന്നിരിക്കുന്നത്, ഫ്ലാറ്റ് ബോട്ടമാണ്. ഈ സൈഡ് ഓഡിയോ കൺട്രോൾസ്, ഈ സൈഡ് ക്രൂസ് കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. ഡിജിറ്റൽ സ്റ്റിയറിംഗ് ആണ്, അതായത് ഇതിനകത്ത് ടാറ്റയുടെ ലോഗോ ഡിജിറ്റലാണ്. 2 എയർ ബാഗ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. റിയർ പാസഞ്ചേഴ്സിന് എയർ ബാഗ് ഇല്ല. ബട്ട് ഇതിനകത്ത് ഞാൻ നോട്ട് ചെയ്ത കാര്യമാണ്, റിയറിലും പാസഞ്ചർ ബെൽറ്റ് വാർണിംഗ് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഓഡോമീറ്ററിൻ്റെ ഓഡോമീറ്ററിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് ടൈം, കിലോമീറ്റേഴ്സ് ഡ്രിവൻ, ബാറ്ററി പെർസെൻറ്റേജ്, ഡ്രൈവ് മോഡിൽ ഇപ്പോൾ വണ്ടി ഏത് ഗിയറിലാണ് കിടക്കുന്നത് അത് കാണിക്കുന്നുണ്ട്. ഏത് മോഡിലാണ്, സിറ്റിയിലാണോ സ്പോർട്സിലാണോ. ഇപ്പോൾ ഇത് കിടക്കുന്നത് സിറ്റി മോഡിലാണ്. ഈ പറയുന്ന പോലെ കിലോമീറ്റർ വൈസ് ഇതിപ്പം എത്ര കിലോമീറ്റർ ഓടുന്നു പെർ അവറിൻ്റെ സ്പീഡ്, ടെമ്പറേച്ചർ, പിന്നെ ഈ പറയുന്ന പോലെ റേഞ്ച് എത്രയുണ്ട്. ഏകദേശം 42%ൽ 102 കിലോമീറ്റർ ഓടും എന്നാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പം ഡോർ ഏതാണോ ഓപ്പൺ അതും കാണിക്കുന്നുണ്ട്. TPMS ഉണ്ട്. ഈ പറയുന്ന പോലെ ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ട്. റീജനറേഷൻ്റെ ലെവൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ സൈഡ് RPM-ഉം റീജനറേഷൻ്റെ ബ്രേക്കിംഗ് ഇതും കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഒരു ഓട്ടോ വൈപ്പേഴ്സും ഓട്ടോ ഹെഡ് ലാംപ്സ് ആണ്. ഓട്ടോ വൈപ്പറിൻ്റെ കൺട്രോൾ ഇവിടെയുണ്ട്. പിന്നെ ഓട്ടോ ഹെഡ് ലാംപ്സിൻ്റെ കൺട്രോൾ റൈറ്റ് സൈഡുണ്ട്. ഇൻസൈഡ് റിയർ വ്യൂ മിററിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഇപ്പോഴും മാനുവലി അഡ്ജസ്റ്റബിൾ ഡേ ആൻഡ് നൈറ്റ് മിററാണ് വരുന്നത്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമിനെ പറ്റി സംസാരിക്കാൻ നമുക്കിനി ഒരു 10.25 സെൻറ്റിമീറ്റേഴ്സിൻ്റെ ഒരു ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനാണ് വരുന്നത്. ഇതിനകത്ത് നല്ലൊരു സ്ക്രീനാണ്. ലാഗ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇല്ല, ലാഗില്ല. പിന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം തോന്നിയതെന്ന് വെച്ചാൽ, നമ്മൾ ഈ വണ്ടിയിൽ ഇപ്പം റിവേഴ്സിലിടാം, ബ്രേക്ക് അമക്കിയിട്ട് വേണം റിവേഴ്സ് ഇടാൻ. ബ്രേക്ക് അമക്കി വെച്ചിട്ടുണ്ട്. റിവേഴ്സ് ഇടുമ്പോഴത്തേക്ക് നമുക്കിവിടെ സ്ക്രീനിനകത്ത് സെൻസേഴ്സിൻ്റെ പൊസിഷനിങ് കാണാം, പിന്നെ ക്യാമറയും കാണാം. പക്ഷേ ഇതിനകത്തൊരു കാര്യം, ഈ ഒരു അമക്കുകയാണെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് ക്യാമറ കാണാം. ക്യാമറയെ കുറച്ച് സൂം ഇനും സൂം ഔട്ടും ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം. ദിസ് ഇസ് എ റിയലി ഗുഡ് ഫീച്ചർ. ആൻഡ് ഇവിടെ തന്നെ നമുക്ക്
ഈ പറയുന്ന സെൻസേഴ്സിൻ്റെ ബീപ്പിനെ കൺട്രോൾ ചെയ്യാം. ഗിയറിനെ ന്യൂട്രലിലോട്ട് മാറ്റി ഹാൻഡ് ബ്രേക്ക് പുൾഡപ്പാണ്, വലിച്ചിട്ടുണ്ട് ഹാൻഡ് ബ്രേക്ക്. ഇനി ഇതിൻ്റെ ട്വീറ്റേഴ്സിനെ പറ്റി സംസാരിക്കാൻ, ട്വീറ്റേഴ്സ് മിസ്സിംഗ് ആണ് ഇതിനകത്ത്. നിലവിലെ കമ്പനി ബ്രോഷേഴ്സിലൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾസ്ട്രിയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഡ്യുവൽ ടോൺ അപ്പോൾസ്ട്രിയാണ് കമ്പനി ഓഫർ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൽ മാത്രം ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്, റിയറിൽ ഫിക്സ്ഡ് ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ വണ്ടിയിൽ ഒന്ന് ഓഫ് ചെയ്യാം. വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ കാർപ്ലേ ആണ് ഇതിനകത്ത് ഇപ്പോൾ ഓഫർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ താഴത്തെ വേരിയൻറ്റിനകത്ത് ചോദിച്ചു നോക്കാം. ചേട്ടാ, ഇതിൻ്റെ താഴത്തെ വേരിയൻറ്റിനകത്ത് വയർലെസ് ആണ് ആൻഡ്രോയിഡ് ഓട്ടോയും കാർപ്ലേയും? അല്ലല്ലോ, ആകെ ടോപ്പ് മോഡലല്ലേ ഉള്ളൂ. അപ്പം ചേട്ടൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ ടോപ്പ് മോഡലിലാണ് നമുക്ക് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും വരുന്നത്. ബാക്കി മോഡലിൽ വയർലെസ് അല്ല, വയർഡാണ്. ബാക്ക് റിയർ സീറ്റിനെ പറ്റി സംസാരിക്കുകയും നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്തും സീറ്റ് ബെൽറ്റ് വാർണിംഗ് ഇനി റിയർ പാസഞ്ചേഴ്സിനും ഉണ്ട്. സേഫ്റ്റിക്ക് ടാറ്റ ഒരു രൂപയിൽ കോംപ്രമൈസ് ചെയ്യൂല എന്ന് ശബ്ദം എടുത്തിരിക്കുകയാണ്. ഐ മീൻ ദേ ഹാവ് ടേക്കൻ ദ പ്ലേറ്റ്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ റിയറിനകത്ത് സ്പേസ് അത്യാവശ്യമുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഐസോഫിക്സ് മൗണ്ട് സീറ്റാണ്, അതായത് പിള്ളേരെ ആ സീറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ടാറ്റ മോട്ടോഴ്സ് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഈ ഡ്രൈവിംഗ് സീറ്റ് ചേട്ടൻ്റെ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ചേട്ടൻ ഇരിക്കുന്നു റിയറിൽ ചേട്ടൻ്റെ ഹെഡ് റൂം അത്യാവശ്യത്തിന് കൂടുതൽ ഹെഡ് റൂമുണ്ട്. പിന്നെ നീ റൂമിനെ പറ്റി സംസാരിക്കാൻ ചേട്ടൻ കംഫർട്ടബിൾ അല്ലേ? കംഫർട്ടബിളാണ്. ഇപ്പം ഓവറോൾ ഇതാണ് ടാറ്റ ടിയാഗോയുടെ 2025 EV മോഡൽ. പ്രൈസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇവിടെ ഡയറക്റ്റ് മോട്ടോഴ്സിൽ നിന്ന് ചേട്ടനുണ്ട്, വിഷ്ണു ചേട്ടൻ നമ്മളെ കൂടെയുണ്ട്. വിഷ്ണു ചേട്ടാ, ഇതിൻ്റെ പ്രൈസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ടിയാഗോ EV ബേസിൽ തുടങ്ങുന്നത് 799 ഫുൾ ഓപ്ഷൻ വരുമ്പോൾ 11-14 വരുന്നത്. 11,14,000 രൂപയ്ക്കാണ് ഫുൾ ഓപ്ഷൻ വരുന്നത്. എക്സ്ഷോർ. ആ, പിന്നെ ഇതിനകത്ത് ഇപ്പം നിലവിൽ ഏത് കളറും അവൈലബിൾ ആണ്. നമ്മളെ ഏത് വേരിയൻ്റ് ആണെങ്കിലും കിട്ടുമല്ലോ. ഇപ്പം നിലവിൽ നമ്മൾ ഡയറക്റ്റ് മോട്ടോഴ്സിലാണ് നിൽക്കുന്നത്. ഇവിടെയാണ് നമുക്ക് ഈ ചിൽ ലൈം എന്ന് പറഞ്ഞ കളർ അവൈലബിൾ. ചേട്ടൻ പറഞ്ഞതുപോലെ ഇപ്പം നമുക്ക് ഈ മോഡലിനകത്ത് ഏത് വേരിയൻറ്റും ഏത് കളറും ഇവരേൽ ഇപ്പം സ്റ്റോക്കിലുണ്ട്. ട്രിവാൻഡ്രത്തോ കൊച്ചിയിലോ അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഇവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. ചേട്ടൻ്റെ നമ്പറും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. 3 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മളൊരു വീഡിയോ ഉണ്ടാക്കുന്നതും ഓൺലൈൻ പോസ്റ്റ് ചെയ്യുന്നതും. കുറേ എഫേർട്ട് എടുത്തിട്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പം റിക്വസ്റ്റാണ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമക്കിയിട്ട് പോവുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസുമായിട്ട് ഇനി അങ്ങോട്ട് റെഗുലറായിട്ട് നമ്മൾ വരികയായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് വിത്ത് us.